എത്ര കാലം നിങ്ങളെ നോക്കി നിങ്ങളുടെ ആ കെടുതി നിങ്ങളെ പരിഹസിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പാപത്തിന്റെ ആസക്തികളായിരിക്കാം, പാപ സ്വഭാവങ്ങളായിരിക്കാം, രോഗത്തിന്റെ അവസ്ഥകളായിരിക്കാം, എവിടെയെങ്കിലും നിങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥകളായിരിക്കാം. How long will you tolerate that power, that foul work of Satan? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഒരു ദൈവിക വൈരാഗ്യം ഒന്നും പൊങ്ങി വരട്ടെ. വെള്ളത്തിന്റെ മീതെ നടക്കുവാൻ ഹല്ലേലൂയ കഴിയുന്ന ഒരു കർത്താവാണ് എൻ്റെ നാഥൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വന്നൊരു വിഷയം പരിഹരിച്ചു എന്ന് മാത്രമല്ല, അത് ആദ്യ സമയങ്ങൾ, ക്രിസ്ത്യ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളാണത്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്തു തരുന്ന അത് ആദ്യ പാഠങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ മനസ്സെന്താണെന്ന് അറിയാമോ? മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ചില ശിഷ്യന്മാരെ കർത്താവ് തന്നോട് കൂടെ അങ്ങ് കൂട്ടി. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ ഒന്ന് സമയം ചെലവഴിക്കുക, എൻ്റെ കൂടെ നിങ്ങളൊന്ന് പാർക്ക്, ഞാൻ നിങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനോട് കൂടെ വസിച്ചവർ, ജീവിച്ചവർ, സമയം ചെലവഴിച്ചവർ, ആ സാന്നിധ്യം സ്വീകരിച്ചവർ, ആ അധികാര പരിധിയിൽ വന്നവർ, കുറച്ചു കഴിഞ്ഞപ്പോൾ അവരും ഇതാ ദൈവരാജ്യത്തിലെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അവരും ഇതാ ഹല്ലേലൂയ വാഴ്ച നടത്തുകയാണ്. അവരും ഇതാ ഹല്ലേലൂയ രോഗത്തിന്റെ മേൽ ജയം എടുക്കുകയാണ്. ഹല്ലേലൂയ പൈശാചിക ബന്ധനങ്ങളുടെ മേൽ അവരും ജയം എടുക്കുകയാണ്.